ഹലോ, ഇന്ന് അപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോറി ഓഫ് ഹൗ ഐ മെറ്റ് ഹരിശ്രീ അശോകൻ. എൻ്റെ കോളേജിൽ ഹരിശ്രീ അശോകൻ ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഹരിശ്രീ അശോകനെ കാണുന്നത്. അത് ഒരു ഘടകൻ എന്ന് പറഞ്ഞൊരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ സെക്കൻഡ് DC ആയിരുന്നു. അപ്പോൾ പ്രൊമോഷനായിട്ട് ഘടകൻ മൂവി ടീമും വിത്ത് ഹരിശ്രീ അശോകൻ ഞങ്ങളുടെ കോളേജിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. ഓർത്തിരിക്കാൻ കുറേ മെമ്മറീസ് ഒക്കെ ഉള്ളതിനായിരുന്നു. ആസ് യൂഷ്വൽ ഇങ്ങനെ സെക്കൻഡ് DC പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർത്തിരിക്കുന്നത് നേരത്തെ പോലീസ് സെറ്റായി ഇരിക്കുമായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഞാൻ വരച്ച ഹരിശ്രീ ഒരു പോർട്രേറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമായിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു. പരിപാടി തുടങ്ങാൻ ചെറിയൊരു ലാഗ് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. പുറത്ത് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരാൻ അപ്പോഴേക്കുള്ള ഗസ്റ്റ് വരുന്നു എന്ന് വിചാരിച്ച് ഞാനും ഫ്രണ്ട്സിനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഗസ്റ്റ് വരുമ്പോൾ വിളിക്കണം. എൻ്റെ വീട്ടിൽ വന്നാലും അങ്ങനെ ലൈറ്റ് കഴിഞ്ഞില്ല, എന്തായാലും വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നു. ഇവിടെയാണ് എൻ്റെ ഓർമ്മയിൽ ഇവിടെയാണ് എനിക്ക് വിളിച്ചത്. ഗസ്റ്റ് വന്നു, വേഗം വാങ്ങി ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഫുൾ ടെൻസ്റ്റായി എന്ത് ചെയ്യും. ഫുഡ് കഴിച്ച് പകുതി ഇറക്കുകയും ചെയ്തു. പകുതി ഗസ്റ്റിൻ്റെ അടുത്ത് പോകണം, നമ്മൾ പടം വരച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. അപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിച്ച് കടയിൽ ഒരൊറ്റ വട്ടമായിരുന്നു പോയിട്ട് ഓടി. കുറച്ചെത്തി കഴിഞ്ഞപ്പോൾ അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. തിരക്കൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയിട്ട് സൈഡിൽ പോയിട്ട് ഇതിപ്പോൾ കൊടുക്കാൻ പറ്റും ഒരു ഡൗട്ടിലായിരുന്നു. കാരണം അത്ര തിരക്കായിരുന്നു. ഓടിക്കുന്നത് ഫുൾ കവേർഡായിരുന്നു. സ്റ്റേജിലോട്ട് ഇങ്ങനെ ഒരു നിവർത്തിയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ സൈഡിൽ ഞാൻ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് ഇങ്ങനെ സൈഡിൽ നിൽക്കാൻ പോലെ എന്ന് വിചാരിച്ച് നിന്നപ്പോൾ പരിപാടി ഓർഗനൈസ് ചെയ്തതിൽ ഒരു ചേട്ടൻ ഇവിടെ ആക്കണ്ടല്ലോ. ഞാൻ എന്നോട് ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഞാൻ ഇൻട്രോവേർട്ടാണ് ഒരു ചെറിയ സ്നേഹിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാനോട് ഇങ്ങനെ പോയിട്ട് ചോദിച്ചു പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര തിരക്കിലായിരുന്നു. ഭയങ്കര മോശമായിരുന്നു. ഞാനിങ്ങനെ നോക്കി പിന്നെ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച പോലെ നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് പരിപാടി കാണാൻ വേണ്ടി പോവാം ഒരു സാധനമായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു ഓടി വന്നിട്ട് പറഞ്ഞു എന്തായാലും നാളെ സ്റ്റേജിലോട്ട് കയറി കയറി. പിന്നെ അവിടെ നിന്ന് ഒരു സ്റ്റേജ് സൈഡിൽ ഓടി സ്റ്റേജിൽ മോളിലേക്ക് കയറി. പിന്നെ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ പേര് വിളിക്കുന്നത് പേര് വിളിച്ചു ചെന്നു കൊടുത്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മോമെന്റ്. ഹരിശ്രീ അശോകൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എത്ര ഹമ്പിളാണെന്നും എന്താ പറയുക എത്ര സ്വീറ്റാണെന്നും നേരിട്ടുണ്ടാവുന്നൊരു നിമിഷമാണ്. ഞാൻ ആ പോർട്രേറ്റ് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നെ സ്വീകരിച്ച് ഓരോ പേരും എന്താ പറ്റുന്നത് ഏത് ഇയറാണെന്നൊക്കെ ചോദിച്ചു. ഡ്രോയിങ് വരച്ച് കൊടുത്തതിന് അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ വരച്ച പടം ഒരാൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അത് അവരുടെ മുഖത്ത് കാട്ടുന്ന സന്തോഷം കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ്. ആ പടം കിട്ടിയിട്ട് തന്നെ അതെടുത്ത് ഫേസിലോട്ട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ ഒപ്പം പുറത്തേക്ക് പോസ് ചെയ്തു. ഒരു ഹാപ്പി മൊമെന്റ്, സ്പെഷ്യൽ മൊമെന്റ്. ഞാൻ പൊതുവെ അങ്ങനെ ഫോട്ടോ കൊടുക്കാൻ കയറുമ്പോൾ ആരും ഫോട്ടോ
പ്ലാൻ എടുക്കണം വിളിക്കില്ല. യൂഷ്വലി അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഫോട്ടോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ കയറാം. അതിൽ ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസിന് കൊടുത്ത ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് ഇത് അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ആരെ വരാതെ എനിക്ക് ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ എനിക്ക് പല വീഡിയോസിൽ കിട്ടിയ വീഡിയോ ക്ലിപ്സും ഫോട്ടോസും ഉണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നതാണ് ഫ്രണ്ട്സിൻ്റെ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട്. ഞാൻ ഏതൊരു ഫോട്ടോ കൊടുക്കാൻ സ്റ്റേജിൽ കയറിയാലും ഒരു വലിയ കയ്യേരി എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കിന് അതൊരു എല്ലാ പിള്ളേർക്കും കിട്ടാറില്ല. ആൻഡ് ദാറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ സപ്പോർട്ട് സിസ്റ്റം. അങ്ങനെ കയ്യേരി കിട്ടുമ്പോൾ നമുക്ക് ഇനിയും ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൂടിയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് സ്റ്റോറി പിന്നെ കടകൻ മൂവിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവരുടെ ഒരു വീഡിയോയും പിന്നെ കുറച്ച് ഫോട്ടോസും ഞാൻ ഈ വീഡിയോട്ടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി കോളേജ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.